ഹായ് കൂട്ടുകാരെ, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം നടന്ന ദിവസമാണ് ഇന്ന്. അത് കേൾക്കുന്നവർക്ക് അവരതെങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നൊരു ദിവസമാണ് ഇന്ന്. കാരണം ഞാൻ ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി ഒക്കെ തകർന്നിരിക്കുന്ന ഒരു സമയം, എന്തോ ഒരു വെളിച്ചം പോലെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ എനിക്ക് അത്ഭുതങ്ങൾ മാത്രമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് നടന്നിട്ടുള്ളൂ. ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന എൻ്റെ ഭഗവാന്റെ അടുത്ത് ഞാൻ പോകുമ്പോൾ കുന്നിക്കുരു, മഞ്ചാടി അതിലേതെങ്കിലും ഒന്ന് ഞാൻ പെറുക്കി ശേഖരിച്ച് എനിക്ക് കൊണ്ടുപോയി സമർപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എനിക്കതിനുള്ളൊരു അവസരമായിട്ടുണ്ടായി. ഒരുപാട് പേരോട് ഞാനത് അന്വേഷിച്ചു, ഒരുപാട് പേരോട് ഞാൻ കൊണ്ടുതരാനൊക്കെ പറഞ്ഞു. പക്ഷേ ആരുടെയും കയ്യിലില്ല, ആരും അങ്ങനെ ചെയ്തു തന്നില്ല. പിന്നെ കാശ് കൊടുത്ത് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ തന്നെ പറക്കി ശേഖരിച്ച് എനിക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ ഇന്നായിരുന്നു എനിക്കതിനുള്ള സമയം കിട്ടിയത്. സമയമല്ല, എനിക്ക് സമയം ഒരുക്കി തരുമായിരുന്നു. കാരണം എൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലാണ് കേട്ടോ ഈ ഒരു മഞ്ചാടിക്കുരു ഞാൻ പെറുക്കാൻ പോയത്. അതിനൊരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ രാവിലെ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിന് ചാർജില്ല. ഞാൻ കുത്താൻ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ചാർജർ കാണാനില്ല. ആശാൻ അത് എന്നെക്കൊണ്ട് അവിടെ മറന്ന് വെപ്പിച്ചാണ്. കാരണം ഞങ്ങൾ അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്കൂളിൻ്റെ അടുത്തൊക്കെ പോയി പെറുക്കാമെന്ന്. പക്ഷേ അവർ എല്ലാവരും പോയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മറന്നുപോയി. പക്ഷേ ആശാൻ അത് വിട്ടില്ല. ആശാൻ എന്നെ വീണ്ടും അവിടെ എത്തിച്ച് ഈ സംഭവം എനിക്ക് തന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദൈവമേ എനിക്ക് അതിനുള്ളൊരു അവസരം നീ എന്താക്കി തരാത്തത് എന്ന്. പക്ഷെ അതേപോലെ തന്നെയാട്ടോ എനിക്ക് തന്നത്. അപ്പോൾ ഞാനിത് കാണുന്ന കൃഷ്ണഭക്തന്മാർക്കും ഭക്തകൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ് കേട്ടോ. താങ്ക് യു.